ഹണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാൾ ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ. എൻ്റെ ബോച്ചെ, നിങ്ങളിത് പിന്നെയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാന്നില്ല. ഈ ദ്വയാർത്ഥവും ഈ ഡബിൾ മീനിങ് ഒക്കെ കുറച്ച് നാളായിട്ട് ബോബി ചെമ്മണ്ണൂർ നിർത്തി വെച്ചിരുന്നതാണ്. എന്നിട്ട് ഇതാ പിന്നെയും ബോച്ചേറ്റിയുടെ പേരിൽ തന്നെ അത്യാവശ്യത്തിന് പുള്ളിക്കാരൻ ഇങ്ങനെ ഡൗണായി നിൽക്കുമ്പോൾ എനിക്കൊരു ചെറിയ ഒരു ഇൻറ്റൻഷൻ അടിച്ച്. എന്താ പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ ഭയങ്കര ബിസിനസ്സുകാരനാണ്, ഭയങ്കര മാർക്കറ്റിംഗ് ടെക്നിക്കുള്ള ആളാണ്. അപ്പോൾ ഈ ബോച്ചേറ്റിയുടെ വിഷയം ഇങ്ങനെ കത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതെങ്ങനെ ഒന്ന് അണയ്ക്കണമല്ലോ. കൊച്ചു കള്ളാ ബോച്ച, അതിനുവേണ്ടി ഇറക്കി വിട്ടതല്ലേ ഇതാ പുതിയ വാർത്ത. ഹണി റോസിനെ പൊതുവേദിയിൽ അധിക്ഷേപിച്ച് ബോബി ചെമ്മണ്ണൂർ, ദ്വയാർത്ഥ പരാമർശത്തിലും പ്രതിഷേധം. പക്ഷേ ഇത് ഹണി റോസ് കേസുമായിട്ടൊന്നും പോയിട്ടില്ല, ഹണി റോസ് പരാതിയായിട്ടൊന്നും പോയിട്ടില്ല. പക്ഷേ കേട്ടവർ കുറച്ച് പേര് ഇതുപോലെ പലയിടത്തുനിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ഈ പറയുന്ന വിഷയങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മനസ്സിലാക്കൽ വെച്ച് ബോച്ചയ്ക്ക് ഇതൊരു വാർത്തയാവണമായിരുന്നു. കാര്യം ബോച്ചേറ്റി എന്ന് പറയുന്നത് കത്തി നിൽക്കുന്നു. മറുനാടൻ ബോച്ചേറ്റി എടുത്ത് പല രീതിയിൽ വലിച്ചു കീറാൻ ശ്രമിക്കുന്നു. ഈ ബോച്ചേറ്റിയുടെ ഫ്രാഞ്ചൈസി എടുത്ത പല ആളുകളും അവർ പ്രശ്നങ്ങളുമായിട്ട് വരുന്നു. അവർക്ക് ഫ്രാഞ്ചൈസി എടുത്തെടുത്ത് പലയിടത്തും പിന്നെ ഫ്രാഞ്ചൈസി കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ അവർ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു വിഷയം എങ്ങനെങ്കിലും ഒന്ന് ഒതുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പഴയ ദ്വയാർത്ഥ ഐറ്റം, അതായത് ചേട്ടൻ്റെ വളഞ്ഞ പഴംപൊരി, അതൊക്കെ നമ്മൾ വിമർശിച്ചിട്ട് എനിക്കിട്ട് തിരിച്ച് വീഡിയോ എടുത്ത് ഞാനും തിരിച്ച് വീഡിയോ എടുത്തിട്ട് നമ്മൾ ബോച്ചയായിട്ട് എന്താ ഈ പറയുന്നത് പോലെ ഒരു സംവാദം പോലെ തന്നെ വീഡിയോസ് വന്നതാണ്. അതിനുശേഷം ബോച്ച ഈ പറയുന്ന ദ്വയാർത്ഥ പരിപാടികളൊന്നും കുറേ കാലമായിട്ടില്ല. എനിക്കറിയാം ബോച്ചയ്ക്ക് ഓരോ കാലത്തിൽ ഓരോ ബിസിനസ് സ്ട്രാറ്റജികളുണ്ട്, ഓരോ മാർക്കറ്റിംഗ് ടെക്നിക്കുകളുണ്ട്. ഇപ്പോൾ ബോച്ചയുടെ PR ടീം അത്ര നല്ലതായതുകൊണ്ടായിരിക്കില്ലേ ബോച്ചയുടെ തന്നെ ടെക്നിക്കായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ ബോച്ചേറ്റി കത്തി വരുമെന്നുള്ള സമയത്ത് തന്നെ ബോച്ചെ ഈ പറയുന്നത് പോലെ ഹണി റോസിനുമായിട്ടൊരു വേദിയിൽ വെച്ച് നിർത്തിയിട്ട് ഈ ഒരു വർത്തമാനം പറഞ്ഞത് എനിക്ക് തോന്നുന്നു ബോച്ചേറ്റിയുടെ തീ ഒന്ന് അണയ്ക്കാനാണില്ലേ, ബോച്ചേറ്റി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തിളച്ച് തൂവാതിരിക്കാനായിട്ട് ഒന്ന് സ്റ്റൗ കുറച്ചതുപോലെ തീ കുറച്ചതുപോലെ ചെയ്ത പരിപാടിയാണ്. ആ വാർത്ത, ആ വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെയാണെങ്കിലും ആ പറഞ്ഞതിൻ്റെ ദ്വയാർത്ഥം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് ദ്വയാർത്ഥമാണെന്ന് പലർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഞാനത് പറഞ്ഞില്ലല്ലോ എന്ന് പറയാം. അതാണ് ബോച്ചയുടെ ഒരു കാര്യം. പിന്നീട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബോച്ചെ പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഒരാൾ എനിക്ക് ഡയറക്റ്റ്ലി പറഞ്ഞൊരു കാര്യമുണ്ട്. അതും ബോച്ചയുടെ ഒരു ക്രെഡിറ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ഒരു പോസിറ്റീവ് ക്രെഡിറ്റ് അല്ല കേട്ടോ. നമുക്ക് എന്തൊക്കെയാണെങ്കിലും ആ വീഡിയോയിലേക്ക് ഒന്ന് കടക്കാം. ആ വീഡിയോ കണ്ട് തന്നെ നമുക്ക് നോക്കാം. ഹണി റോസിന് ഞാൻ എൻ്റെ കയ്യിൽ ഹണി ഇല്ല, പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോൾ എനിക്ക് ഇന്നാൾ ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഓർമ്മ വരുന്ന അവിടെ നിൽക്കട്ടെ. ഹണി ഇല്ല, റോസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കും. അതിലൊക്കെ ചെറിയ രീതിയിലുള്ള ദ്വയാർത്ഥം വേണം കണ്ടെത്താം. പക്ഷേ അതൊന്നും അല്ല ദ്വയാർത്ഥം വരാൻ പോകുന്നത്. ഇനി അവിടെ ഹണി റോസ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അവിടെ വളരെ പ്ലസൻ്റായിട്ട് വളരെ ക്യൂട്ടായിട്ട് ഹണി റോസിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. ഹണി റോസ് വരുമ്പോൾ വളരെ ഒരു പാവക്കുട്ടിയെ പോലെ നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഹണി റോസിന് പല രീതിയിൽ പലയിടത്ത് നിന്ന് നമുക്ക് അറിയാം ഈ പറയുന്നോട്ട് ബോഡി ഷേമിങ്ങും അധിക്ഷേപങ്ങളും കാര്യങ്ങളും എല്ലാം എൻ്റെ വീഡിയോയിൽ പോലും പലരും വന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ പക്ഷേ ഹണി റോസ് ഒന്നും പ്രതികരിച്ചിട്ടില്ല. കാര്യം അവരവിടെ കിടന്ന് പ്രതികരിക്കട്ടെ. ഈ കുരയ്ക്കുന്ന പട്ടികളെയൊക്കെ കല്ലെറിഞ്ഞ് ഓടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലത്തെത്താൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ. എന്തൊക്കെയാണെങ്കിലും ഇനി പറയുന്നൊരു കാര്യത്തിൽ അതിൻ്റെ ഈ ബോച്ചയുടെ ബാക്കിൽ നിൽക്കുന്ന ആളെ നിങ്ങൾ നോക്കിക്കോണേ. അയാളുടെ മുഖത്ത് പോലും ഒരു വളിച്ച ചിരി വരുന്നുണ്ട്. എന്തിനോടാണ് ഉപമിക്കുന്നത്? ഉപമയൊന്നും പ്രശ്നമില്ല, പക്ഷേ ഉപമയിൽ വരുന്ന കഥാപാത്രത്തിൻ്റെ പേര് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. എന്നാലും ബോച്ചെ, നിങ്ങൾ ഈ ഡബിൾ മീനിങ് പറയുമ്പോൾ ആളുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നിങ്ങൾ കാച്ചി വിടുന്നല്ലോ. ചേട്ടൻ്റെ പഴംപൊരി എന്നൊക്കെ പറഞ്ഞതുപോലെ. ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് ഇത്രയൊക്കെ പറയുമ്പോൾ വിചാരിക്കും മഹാഭാരതത്തിൽ അഭിനയിച്ച ഏതോ സുന്ദരിയായിട്ടുള്ള ഹിന്ദി നടിമാരാണല്ലോ, നടിയായിരിക്കും, അത്രയും നല്ല കഥാപാത്രം ചെയ്തവരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും. പക്ഷേ പുള്ളിക്കാരൻ അവിടെ ഉദ്ദേശിക്കുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പൊന്നു ബോച്ചേ, അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ. ഇത് കേൾക്കുന്നവർ എന്തിനാ കൂവുന്നത് എന്നുള്ളതിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. ബാക്കിൽ നിൽക്കുന്ന ആൾക്കൊരു പുഞ്ചിരി വിടർന്ന കണ്ടോ, അവിടെ ഒരു വലിച്ച പുഞ്ചിരി. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ കേൾക്കുന്നവർ ഇത് എന്തിന് കൂവുന്നേ? അവരിത് ഇഷ്ടം കൊണ്ട് കൂവുന്നതാണോ അതോ ബോച്ചയുടെ ഡയലോഗിൽ ആവൃത്തരായിട്ട് കൂവുന്നതാണെന്നത് മനസ്സിലാവാതെ കൂവുന്നതാണ്. ഇപ്പോൾ കൂവിയവർക്ക് പലർക്കും പശ്ചാത്താപം തോന്നുന്നുണ്ടായിരിക്കും. ആണും പെണ്ണും ഒക്കെ നിന്ന് കൂവുന്നുണ്ടല്ലോ. കൂവല്ല, കൂവെന്ന് പറഞ്ഞാൽ ആശ്ലേഷണമാണല്ലോ. അപ്പോൾ ഇവർ പലരും കൂവാണ്, ഇവിടെ എന്തോ വലിയ കാര്യം പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്നോട്ട്
ഹണി റോസിൻ്റെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കാണാമായിരുന്നു ഈ ഹണി റോസിൻ്റെ ഒരു എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നമുക്ക് അവിടെ കാണാമായിരുന്നു. പക്ഷേ അതൊന്നും കാണിക്കാത്തത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല. എന്തൊക്കെയാണെങ്കിലും ബോച്ച അവിടെ ഉദ്ദേശിച്ച ഒരു രീതി എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ പറയാൻ പോലും പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളതിനെ അങ്ങനെ പറയുന്നു, ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ ബോച്ചയ്ക്ക് പറയാം. പക്ഷേ ബോച്ച ചെയ്തത് മണ്ടത്തരം തന്നെ, മണ്ടത്തരമല്ല വിവരക്കേട് തന്നെയാണ്. കാരണം ആ രീതിയിലേക്ക് അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് ബാക്കിയുള്ളവർക്ക് അത്യാവശ്യം മനസ്സിലാവുന്നവർക്കെല്ലാം മനസ്സിലാവാം. ഇനി ബോച്ച ഇതിനൊരു റിപ്ലൈ വീഡിയോ ആയിട്ട് വരുമോ എന്നുള്ളത് ബോച്ചയുടെ ഇഷ്ടം. കാര്യം ബോച്ചയ്ക്ക് മറ്റേ പറഞ്ഞതുപോലെ, അതായത് ബോച്ചേറ്റി കത്തി നിൽക്കുന്ന സമയത്ത് അതിൻ്റെ തീയൊന്ന് അണയ്ക്കണമല്ലോ എന്നുള്ളതൊരു ഇതിലുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു സംശയമാണ്. കാര്യം ഞാൻ പറഞ്ഞാൽ ഇത്രത്തോളം അത് കത്തി നിൽക്കുമ്പോഴും അവരുടെ മീറ്റിംഗ് കൂടാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, ഈ പറയുന്ന പോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ നടക്കുന്നില്ല. 10ഉം 50ഉം 100ഉം പൊതി വിട്ടുകൊണ്ടിരുന്നിടത്ത് ഇതുപോലെ കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂഷൻ 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ 4 5 കൊടുത്ത പാവങ്ങൾക്കൊന്നും നടക്കുന്നില്ല. ഈ ബോച്ചേറ്റി മാത്രം വെച്ച് വിറ്റുകൊണ്ടിരുന്നവരാ. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കത്തി നിൽക്കുന്നു. അവർക്ക് ഈ പറയുന്ന കൂട്ട് മീറ്റിംഗ് നടത്താൻ, പ്രശ്നം പരിഹരിക്കാമെന്നുള്ളതിൻ്റെ ഇടയിൽ തന്നെ ഇദ്ദേഹം ഹണി റോസുമായിട്ട് സ്റ്റേജ് പങ്കിടുമ്പോൾ അദ്ദേഹം അത്രത്തോളം പ്രഷർ അവിടെ നിൽക്കുമ്പോൾ പോലും ഇത്രത്തോളം ഡബിൾ മീനിങ്ങിൽ കോമഡി പറയാൻ കാണിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഡയലോഗ് പറയാൻ കാണിക്കുന്ന ബോച്ചയുടെ മനസ്സിന് നമുക്ക് വെറുതെ ഇടാൻ പറ്റില്ല. ബോച്ചയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാര്യം ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനത്തെ പരാമർശങ്ങൾ ബോച്ചയല്ല നാളെ ഒരാളും ഒരു പരിധിയിലപ്പുറത്തേക്ക് വിട്ട് ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഒരു ചെറിയ രീതിയിലൊക്കെ കോമഡിയും കാര്യങ്ങളൊക്കെ എല്ലാവരും പറയാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്ത് പറയാൻ, ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള കോമഡി എല്ലാം വരാറുണ്ട്. പക്ഷേ ഇത് വേറൊരു തരത്തിലേക്ക്, അതായത് സമൂഹത്തിൽ പല അലവലാദികളും ഹണി റോസിനെ കമൻ്റ് ഇട്ടും അതേപോലെ സൈബർ ബുള്ളിങ്ങും ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില രീതികൾ തന്നെ വേറൊരു രീതിയിൽ ഇൻഡയറക്റ്റ്ലി ബോബി ചെമ്മണൂർ വന്ന് നിന്നിട്ട് ഹണി റോസിനെ തന്നെ പ്രതിപാദിച്ച് പറയുമ്പോൾ അത് വലിയ മോശമായിട്ട് തന്നെ തോന്നി. അതിന് കഴിയുമെങ്കിൽ ബോബി ചെമ്മണൂർ മാപ്പ് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇതിൽ ബോബി ചെമ്മണൂർ മാപ്പ് പറയത്തില്ല. അദ്ദേഹം പറഞ്ഞത് എന്താ, ആ കഥാപാത്രം, കുന്തി ദേവിയുടെ കഥാപാത്രം അതുപോലെ അവതരിപ്പിച്ച ഒരു നടി ഉണ്ടായിരുന്നു, സുന്ദരിയായ, ആ നടിയെ ഓർമ്മ വരുന്നു. പക്ഷേ അവിടെ ബാക്കിയുള്ളവർക്ക് കലങ്ങുന്ന കുറച്ച് കാര്യങ്ങൾ ബോബി ചെമ്മണ്ണൂർ ഇട്ടിട്ടുണ്ട്. എന്നിട്ടും കറക്കി കൊടുത്താൽ മതി, കലക്കി കൊടുത്താൽ മതി. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോച്ചേറ്റിയുടെ ആ കത്തൽ ആളിയത് ഒന്ന് അണയ്ക്കാനാണെങ്കിൽ നടക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം പ്രക്ഷോഭിക്കും. മറുനാടനപ്പുറത്ത് കുത്തിപ്പൊക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ ആ കാര്യത്തിൽ, ഈ കാര്യം ഇവിടെ നിൽക്കട്ടെ, ആ കാര്യത്തിൽ ബോച്ചേറ്റിയുടെ കാര്യത്തിൽ പാവപ്പെട്ട പല ആളുകളും ബോച്ചെ വിചാരിച്ചുകൊണ്ട് കരുതിക്കൊണ്ട് ബോച്ചേറ്റി എടുത്ത് കച്ചവടം തുടങ്ങിയിട്ട് നിങ്ങൾ ഈ ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ, എന്നിട്ട് അതിൻ്റെ ഈ ടീം ലീഡർ, ബോച്ചേറ്റിയുടെ ടീം ലീഡർ പറയുന്നത് ഫ്രാഞ്ചൈസിന്ന് പേപ്പറിൽ എഴുതി കൊടുക്കുന്നേ ഉള്ളത്, ഫ്രാഞ്ചൈസി അല്ലെന്ന്. അവിടെ ഇരട്ടത്താപ്പ്, അങ്ങനെ വേറൊരുത്തൻ എന്തോന്നിട്ട് ഇത്. അതുകൊണ്ട് ബോച്ചയിൽ ഒരു വ്യക്തമായിട്ടുള്ള റിപ്ലൈ തരണ്ട. നിങ്ങൾ ഈ മാന്യമായിട്ടുള്ള രീതിയിൽ ആ ബോച്ചേറ്റി കൊടുത്ത ആളുകൾക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സ് എന്നല്ലേ പറയാം, പാർട്ട്നേഴ്സ്, അതെ, ബോച്ചേറ്റിയുടെ പാർട്ട്നേഴ്സായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ആളുകൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളൊരു 2 കിലോമീറ്ററിൽ 5 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം ഒരു ഫ്രാഞ്ചൈസി അനുവദിച്ചുകൊണ്ട് അവർ രക്ഷിക്കുക. 1 കിലോമീറ്റർ ചുറ്റളവിൽ 4-5 എണ്ണം കൊടുത്താൽ പാവങ്ങൾ പെട്ടുപോകും. കഷ്ടമാണ് കേട്ടോ. നിങ്ങളെ വിശ്വസിച്ച് വന്നവരാ. വൈൻഡപ്പ് ചെയ്യുന്നു. ഇസ്മായിൽ ത്വാഫ് സൈനിങ് ഔട്ട്.